സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളെ ആഴത്തിലറിയാൻ നാം നടത്തുന്ന ബൈബിൾ ക്വിസ് പരമ്പര എവാങ്കേലിയോ മർക്കോസ് സുവിശേഷത്തെ ആസ്പദമാക്കി ഇതിനെക്കുറിച്ചുള്ള 1-ാം എപ്പിസോഡിന്റെ 2-ാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. കഴിഞ്ഞ തവണ നൽകിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇപ്പോൾ നാം പരിചയപ്പെടുന്നു. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് മത്തായി സുവിശേഷത്തിലല്ലാതെ മർക്കോസ് സുവിശേഷത്തിൽ നാം ആരംഭിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ്. ബൈബിളിൽ ആദ്യത്തെ സുവിശേഷം മത്തായിയുടേതായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊരു വ്യത്യാസം? മർക്കോസ് സുവിശേഷത്തെ സംബന്ധിച്ച 3 പ്രസ്താവനകളാണ് നാം നൽകിയത്. അതിൽ ഏറ്റവും ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നതായിരുന്നു ചോദ്യം. ഈ 3 പ്രസ്താവനകളെ നമുക്കൊന്ന് പരിശോധിക്കാം. 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുത്. മർക്കോസ് സുവിശേഷമാണോ ബൈബിളിലെ ഏറ്റവും ചെറിയ സുവിശേഷം? ഉത്തരമറിയാൻ ഈ ചാർട്ട് ഒന്ന് കാണുക. ബൈബിളിലെ 4 സുവിശേഷങ്ങളിലും ഓരോന്നിലെയും അധ്യായങ്ങളും വാക്യങ്ങളും മൂലഭാഷയായ ഗ്രീക്കിൽ എത്ര വാക്കുകളും ഉണ്ട് എന്നാണ് ഈ ചാർട്ടിൽ നൽകിയിരിക്കുന്നത്. വളരെ വ്യക്തമായി കാണാവുന്നതുപോലെ 16 അധ്യായങ്ങളും 678 വാക്യങ്ങളും 11,304 വാക്കുകളും മാത്രമുള്ള മർക്കോസ് സുവിശേഷമാണ് 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുത്. ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. 28 അധ്യായങ്ങളുണ്ട് മത്തായി സുവിശേഷത്തിൽ. എന്നാൽ വാക്യങ്ങളുടെയും വാക്കുകളുടെയും എണ്ണത്തിൽ 24 അധ്യായങ്ങൾ മാത്രമുള്ള ലൂക്കാ സുവിശേഷമാണ് അതിലും വലുത്. മറ്റു സുവിശേഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മർക്കോസ് സുവിശേഷത്തിൽ യേശുവിന്റെ ദീർഘമായ പ്രബോധനങ്ങൾ നാം കാണില്ല. മത്തായി, ലൂക്കാ സുവിശേഷകന്മാരെ പോലെ യേശുവിന്റെ ബാല്യകാല വിവരണവും മർക്കോസ് സുവിശേഷത്തിലില്ല. ഇതുകൊണ്ടാണ് മർക്കോസ് ഏറ്റവും ചെറിയ സുവിശേഷം ആയിരിക്കുന്നത്. അതിനാൽ തന്നെ 1-ാമത്തെ പ്രസ്താവന 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുത് എന്നത് മർക്കോസ് സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ശരിയാണ്. ഇനി 2-ാമത്തെ പ്രസ്താവനയിലേക്ക് കടക്കാം. എഴുതപ്പെട്ട സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യത്തെ. ബൈബിളിലെ സുവിശേഷങ്ങൾ ഓരോന്നും ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഉറപ്പ് നമുക്കില്ല. എങ്കിലും യോഹന്നാന്റെ സുവിശേഷമാണ് ഏറ്റവും അവസാനം എഴുതപ്പെട്ടത് എന്നാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തേത് ഏത് എന്നതിനെ കുറിച്ച് പ്രധാനമായും 2 അഭിപ്രായങ്ങളാണ് ഉള്ളത്. മത്തായിയുടെ സുവിശേഷമാണ് ആദ്യമെന്നും അതല്ല മർക്കോസ് ആണ് ആദ്യം എഴുതപ്പെട്ടത് എന്നുമാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. ഓപ്ഷൻ ബി, എഴുതപ്പെട്ട സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യത്തേത്. സുവിശേഷങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഉറപ്പ് നമുക്കില്ല. എങ്കിലും യോഹന്നാൻ സുവിശേഷമാണ് ഏറ്റവും അവസാനം എഴുതപ്പെട്ടത് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാന തർക്കം മത്തായി ആണോ മർക്കോസ് ആണോ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് എന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ അഗസ്റ്റിന്റെ കാലം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ കത്തോലിക്ക സഭ പുലർത്തിയിരുന്ന വിശ്വാസം മത്തായിയാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് എന്നാണ്. എന്നാൽ ഇന്ന് പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ ബെനഡിക്റ്റ് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഉൾപ്പെടെ അംഗീകരിക്കുന്നത് മർക്കോസ് ആണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധാരണ? മത്തായിയുടെ സുവിശേഷവും മർക്കോസ് സുവിശേഷവും തമ്മിൽ ഒത്തിരി കാര്യങ്ങൾ പൊതുവായുണ്ട്. മർക്കോസ് സുവിശേഷത്തിലെ 90% മത്തായി സുവിശേഷത്തിലുണ്ട്. അപ്പോൾ ഒന്നുകിൽ മത്തായി മർക്കോസിനെ ആശ്രയിച്ച് എഴുതി, അല്ലെങ്കിൽ മത്തായി സുവിശേഷത്തെ ചുരുക്കി മർക്കോസ് തന്നെ സുവിശേഷം എഴുതി എന്ന് അനുമാനിക്കേണ്ടി വരും.
എങ്കിലും പൊതുവെ മർക്കോസിനെ ആസ്പദമാക്കി മത്തായി എഴുതി എന്ന് കരുതപ്പെടുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മർക്കോസ് സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷ ഒട്ടും പരിഷ്കൃതമല്ല. മത്തായിയുടേതാണെങ്കിൽ നല്ല ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മത്തായിയുടെ നല്ല ഗ്രീക്ക് ഭാഷ മർക്കോസ് സുവിശേഷം ബോധപൂർവം മോശമാക്കി എഴുതാനുള്ള സാധ്യതയില്ലല്ലോ. മറ്റൊന്ന് യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ചിത്രീകരണത്തിലാണ്. മർക്കോസ് സുവിശേഷത്തിൽ അവരുടെ ചിത്രീകരണത്തിൽ ഒരു തേച്ചുമനക്കുമില്ല. എന്നാൽ മത്തായിലേക്ക് വരുമ്പോൾ കുറെ കൂടെ മനോഹരമായി അവരുടെ സ്വഭാവ സവിശേഷതകൾ അവതരിപ്പിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. യേശുവിനും ശിഷ്യന്മാർക്കും കുറെ കൂടെ പ്രാമുഖ്യം ലഭിച്ച പിൽക്കാലങ്ങളിലായിരിക്കണം മത്തായി സുവിശേഷം എഴുതപ്പെട്ടത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്രകാരമുള്ള കാരണങ്ങളാലാണ് ഇന്ന് പൊതുവെ മർക്കോസ് സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടത് എന്ന് കരുതുന്നത്. അതിനാൽ തന്നെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എഴുതപ്പെട്ട സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് എന്നതും പണ്ഡിത മതം അനുസരിച്ച് മർക്കോസ് സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഇനി അവശേഷിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ്. 12 അപ്പസ്തോലന്മാരിൽ ഒരാൾ എഴുതിയ സുവിശേഷം. വളരെ കൃത്യമാണ്. മർക്കോസ് സുവിശേഷകന്റെ പേര് ബൈബിളിലെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളിൽ എങ്ങും ഉൾപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ മർക്കോസ് ഒരു അപ്പസ്തോലനായി പരിഗണിക്കപ്പെടുന്നുമില്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ ആയിരിക്കണം മർക്കോസ് സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തെറ്റായ പ്രസ്താവന. നമ്മുടെ ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം അതിനാൽ തന്നെ ഓപ്ഷൻ സി ആണ്. മർക്കോസിനെ കുറിച്ച് പക്ഷെ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലും പൗലോസ്ലീഹായുടെയും പത്രോസിന്റെയും ലേഖനങ്ങളിലും മർക്കോസ് കടന്നു വരുന്നുണ്ട്. പൗലോസിന്റെയും ബർന്നബാസിന്റെയും പത്രോസിന്റെയും സഹപ്രവർത്തകനായി മർക്കോസിനെ നമുക്കിവിടെ കാണാം. ഈ മർക്കോസ് തന്നെ ആയിരിക്കണം ഈ സുവിശേഷത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം. രണ്ടാമത്തെ ചോദ്യം ഈ ക്വിസ് മത്സരത്തിന്റെ പേരിനെ ആസ്പദമാക്കിയായിരുന്നു. എവങ്കേലിയോൺ, സദ്വാർത്ത, സുവിശേഷം. ഗ്രീക്കുകാർക്കിടയിൽ ഒരു രാജാവിന്റെ ജനനം, ഒരു യുദ്ധത്തിന്റെ വിജയം, രാജാവിന്റെ സന്ദർശനം തുടങ്ങിയ വാർത്തകളെ അവതരിപ്പിക്കാനാണ് എവങ്കേലിയോൺ എന്ന പദം ഉപയോഗിച്ചിരുന്നത്. രാജാതിരാജനായ യേശുവിന്റെ മനുഷ്യാവതാരം, യേശു തിന്മയുടെ മേൽ നേടിയ വിജയം, ഭൂമിയിലുള്ള അവിടുത്തെ സന്ദർശനം മുതലായവയെ അവതരിപ്പിക്കാൻ ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് മർക്കോസ് സുവിശേഷകനാണ്. എവങ്കേലിയോൺ എന്ന നാമരൂപം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന സുവിശേഷകനും മർക്കോസ് തന്നെ. സുവിശേഷത്തിന്റെ ആമുഖം ആയ 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ 3 തവണ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു: മർക്കോസ് സുവിശേഷകൻ എത്ര തവണ സുവിശേഷം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 8 തവണ എന്നതാണ്. മർക്കോസ് സുവിശേഷത്തിന്റെ പ്രതീകം ഏത് എന്നായിരുന്നു 3-ാമത്തെ ചോദ്യം. ഒരു ചിത്രം നൽകിയിട്ടാണ് നമ്മൾ ഈ ചോദ്യം ഉന്നയിച്ചത്. ഒരു ചിത്രത്തിലൂടെ തന്നെ ഇതിന്റെ ഉത്തരവും നമുക്ക് കാണാം. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ മനുഷ്യൻ മത്തായി സുവിശേഷത്തിന്റെയും, കാള ലൂക്കാ സുവിശേഷത്തിന്റെയും, കഴുകൻ യോഹന്നാൻ സുവിശേഷത്തിന്റെയും, സിംഹം മർക്കോസിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ സി, സിംഹം. എന്തുകൊണ്ട് സിംഹം മർക്കോസ് സുവിശേഷത്തിന്റെ പ്രതീകമാകുന്നു? പല വിശദീകരണങ്ങളുണ്ട്. അതിലൊന്ന്, സുവിശേഷം ആരംഭിക്കുന്നത് സ്നാപക യോഹന്നാന്റെ മരുഭൂമിയിലെ പ്രഭാഷണം അവതരിപ്പിച്ചുകൊണ്ടാണ്. അവിടെ ഏശയ്യാ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം എന്നൊരു പ്രയോഗമുണ്ട്. മരുഭൂമിയിലെ സ്നാപകന്റെ ശബ്ദത്തെ ഒരു സിംഹത്തിന്റെ ഗർജനത്തോടാണ് സാധാരണ ഉപമിക്കാറുള്ളത്. മാത്രമല്ല, മർക്കോസ് സുവിശേഷം യേശുവിന്റെ രാജ്യത്വത്തെ, യേശുവിന്റെ ദൈവപുത്ര സ്ഥാനത്തെ
വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നുണ്ട്. സിംഹം രാജ്യത്വത്തിന്റെ പ്രതീകം കൂടിയാണല്ലോ. അതുകൊണ്ടായിരിക്കണം മർക്കോസ് സുവിശേഷത്തിന്റെ പ്രതീകമായി സിംഹത്തെ തെരഞ്ഞെടുത്തത്. മറ്റു സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും, യേശുവിന്റെ എല്ലാ പ്രബോധനങ്ങളും മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടില്ല. നാം നൽകിയിരുന്ന 3 ഓപ്ഷനുകളിൽ മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് ഏത് എന്ന് കണ്ടെത്താനായിരുന്നു 4ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ, സുപ്രധാന കൽപ്പനകളെ കുറിച്ചുള്ള പ്രബോധനം. മർക്കോസ് സുവിശേഷം 12ാം അധ്യായത്തിൽ ഇത് നമ്മൾ കാണും. മത്തായിയും ലൂക്കായും ഈ പ്രബോധനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ സി, രഹസ്യത്തിൽ വളരുന്ന വിത്തിന്റെ ഉപമയാണ്. മർക്കോസ് സുവിശേഷകൻ മാത്രമാണ് 4ാം അധ്യായത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റാരും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്, യേശു പഠിപ്പിച്ച പ്രാർത്ഥന. മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിലാണ് യേശു പഠിപ്പിച്ച ഏറ്റവും വിശിഷ്ടമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുള്ളത്. 4 സുവിശേഷങ്ങൾ നമുക്കുള്ളത് എന്തുമാത്രം നന്മയാണ് എന്ന് ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. 4 സുവിശേഷങ്ങൾ ചേർന്നാണ് യേശുവിന്റെ ഇത്രയ്ക്ക് മനോഹരമായ ചിത്രവും യേശു പഠിപ്പിച്ച പ്രബോധനങ്ങൾ അതിന്റെ സമഗ്രതയിലും നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. 4ാമത്തെ ചോദ്യത്തോട് ചേർന്നു പോകുന്ന ചോദ്യമായിരുന്നു 5ാമത്തേത്. മർക്കോസ് സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. തന്നിരിക്കുന്ന 3 അത്ഭുതങ്ങളിൽ മർക്കോസ് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതം ഏത് എന്നായിരുന്നു 5ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി, നായനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നത്. മർക്കോസ് സുവിശേഷത്തിൽ ഈ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടില്ല. ലൂക്കാസ് സുവിശേഷം മാത്രമാണ് ഈ അത്ഭുതത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഓപ്ഷൻ ബി, കഫർനാമിലെ പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നത്. മർക്കോസ് സുവിശേഷകനും ലൂക്കാസ് സുവിശേഷകനും രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണിത്. ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ, ബെത്സൈദയിലെ അന്ധന് കാഴ്ച നൽകുന്നത്. മർക്കോസ് സുവിശേഷകൻ മാത്രമാണ് 8ാം അധ്യായത്തിൽ വരുന്ന ഈ അത്ഭുതം എഴുതിയിട്ടുള്ളത്. 7ാം അധ്യായത്തിൽ ബദിറിനെ സുഖപ്പെടുത്തുന്ന യേശുവിനെയും മർക്കോസ് സുവിശേഷത്തിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. മർക്കോസ് സുവിശേഷകന്റെ സഭാ സമൂഹത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു 6ാമത്തെ ചോദ്യം. റോമിലെ വിജാതീയരായ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ് മർക്കോസ് തന്റെ സുവിശേഷം രചിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. അതിനാൽ തന്നെ അവർക്ക് പരിചയമില്ലാത്ത ഹീബ്രു, അരമായ പദങ്ങളെ അവയുടെ തർജ്ജമയോടുകൂടെയാണ് സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും ഏതാണെന്ന് കാണുക. തലീത്താക്കും, ബാലികെ എഴുന്നേൽക്കും. കൊർബ, വഴിപാട്. എഫാത്ത, തുറക്കപ്പെടട്ടെ. ഗോൽഗോത്ത, തലയോടിലും. എലോയ് എലോയ് ലമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? ചോദ്യം ഇതായിരുന്നു, വഴിപാട് എന്നർത്ഥം വരുന്ന ഹീബ്രു പദം ഏതാണ്? ഉത്തരം വളരെ വ്യക്തമാണ്. ഓപ്ഷൻ എ, ഖുർബാൻ. മർക്കോസ് സുവിശേഷം പൊതുവെ 2ആയി തിരിക്കപ്പെടാറുണ്ട്. ആദ്യ ഭാഗം 1ാം അധ്യായം 1 മുതൽ 8ാം അധ്യായം 30 വരെയും, 2ാം ഭാഗം 8ാം അധ്യായം 31ാം വാക്യം മുതൽ 16ാം അധ്യായം 20 വരെയുമാണ്. ഇതിലെ ആദ്യ ഭാഗം ഗലീലയിലെ യേശുവിന്റെ പ്രവർത്തനങ്ങളാണ് അവതരിപ്പിക്കുക. യേശു ആരാണ് എന്ന ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് ഇവിടെ നൽകപ്പെടുന്നത്. 2ാം ഭാഗം ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ യാത്രയും ജെറുസലേമിൽ വെച്ച് നടക്കുന്ന അവിടുത്തെ പീഡാസഹനവും മരണവും ഉത്ഥാനവുമാണ് അവതരിപ്പിക്കുക. ഈ ആദ്യ ഭാഗത്തിന്റെ സമാപനം കുറിക്കുന്ന യേശു ആരെന്ന ചോദ്യത്തിന് ശിഷ്യന്മാരിൽ നിന്ന് കൃത്യമായി ഉത്തരം ലഭിക്കുന്ന സന്ദർഭം ആണ് നമ്മളൊരു വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്.
എവിടെ വെച്ച് ഈ സംഭവം നടന്നു എന്നായിരുന്നു കണ്ടെത്തേണ്ടിയിരുന്നത്. 3 ഓപ്ഷനുകളാണ് നൽകിയിരുന്നത്. ഓപ്ഷൻ എ ഗലീലി, ഓപ്ഷൻ ബി ദൽമാനൂത്ത, ഓപ്ഷൻ സി കേസറിയ ഫിലിപ്പി. ധാരാളം പേർ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. കേസറിയ ഫിലിപ്പി എന്ന ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഗലീലിക്ക് വടക്ക് 20-25 മൈൽ അകലെയാണ് കേസറിയ ഫിലിപ്പി സ്ഥിതി ചെയ്യുന്നത്. വിജാതീയ ദേവന്മാർക്ക്, പ്രത്യേകിച്ച് പാൻ എന്ന ദേവന് പ്രതിഷ്ഠിതമായ ക്ഷേത്രങ്ങളുള്ള ഇടമായിരുന്നു അത്. അവിടെ വെച്ചാണ് ദൈവത്തിന്റെ ഐക്യപ്പെട്ടവനായ ക്രിസ്തുവാണ് നീ എന്ന പത്രോസ് ഏറ്റുപറയുന്നത്. കുറേയേറെ പേർ ദൽമാനൂത്ത എന്ന സ്ഥലപ്പേര് നൽകിയിട്ടുണ്ട്. പരിചയമില്ലാത്തൊരു സ്ഥലത്തിന്റെ പേര് കണ്ടതുകൊണ്ടായിരിക്കാം അങ്ങനെ അടയാളപ്പെടുത്തിയത്. രണ്ടാമതും അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം യേശു ശിഷ്യരോടൊപ്പം പോയ സ്ഥലമാണ് ദൽമാനൂത്ത. ശരിയുത്തരം ഓപ്ഷൻ സി കേസറിയ ഫിലിപ്പി. യേശുവിന്റെ പ്രബോധനങ്ങളിലും അവൻ നടത്തിയ രോഗശാന്തികളിലും ഭൂതോച്ചാടനങ്ങളിലും വിസ്മയിച്ച് ഇവൻ ആരാണ് എന്ന് അന്വേഷിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തുണ്ട്. ഇതിനെ ആസ്പദമാക്കിയായിരുന്നു 8ാമത്തെ ചോദ്യം. ഇവൻ ആരാണ് എന്ന് യേശുവിനെ കുറിച്ച് പരസ്പരം പറഞ്ഞത് ആര്? 3 ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ എ സ്വന്തം നാട്ടുകാർ. നാട്ടുകാരുടെ സംശയം ഇവൻ ആരാണ് എന്നതായിരുന്നില്ല. ഇവൻ നമുക്കറിയാവുന്ന ആളല്ലേ, പക്ഷെ ഈ ജ്ഞാനവും കഴിവും ഇവന് എവിടെ നിന്ന് എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഓപ്ഷൻ സി അശുദ്ധാത്മാക്കൾ. സുവിശേഷങ്ങളിൽ മർക്കോസ് സുവിശേഷത്തിൽ നമ്മെ പ്രത്യേകമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതാണ്. അശുദ്ധാത്മാക്കളാണ് യേശു ആരാണ് എന്ന് ഏറ്റവും കൃത്യമായി അറിഞ്ഞതും അത് വിളിച്ചു പറഞ്ഞതും. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ടാണ് അശുദ്ധാത്മാക്കൾ യേശുവിനെ സമീപിച്ചത്. അതിനാൽ ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ ബി ശിഷ്യന്മാർ. 4-ാം അധ്യായത്തിൽ യേശു കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ, അവ ശാന്തമാകുമ്പോൾ ശിഷ്യന്മാർ പരസ്പരം പറയും, ഇവൻ ആരാണ്, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നത്. ശരിയുത്തരം ഓപ്ഷൻ ബി ശിഷ്യന്മാർ. ഗലീലയിലും അതിന് പരിസരത്തുള്ള വിജാതീയ പ്രദേശങ്ങളിലെയും തന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് 10-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യും. അവിടെ വെച്ച് യേശുവിന്റെ മരണ ഉത്ഥാനം സംഭവിക്കും. ഇതാണ് മർക്കോസ് സുവിശേഷത്തിലെ ക്രമം. ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ യാത്രയിൽ അവിടുന്ന് സന്ദർശിക്കാത്ത സ്ഥലം ഏത് എന്നായിരുന്നു നമ്മൾ 9-ാമത്തെ ചോദ്യമായി നൽകിയിരുന്നത്. 3 ഓപ്ഷനുകളും നൽകിയിരുന്നു. ബഥാനിയ, ദെക്കാപോളിസ്, ജെറിക്കോ. അന്ന് നാം കണ്ട ചിത്രം ഒരിക്കൽ കൂടെ കാണാം. ഓപ്ഷൻ എ ബഥാനിയയാണ്. ജെറുസലേമിലെ രാജകീയ പ്രവേശനത്തിന് തനിക്കുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് ബഥാനിയയിൽ വെച്ചാണ്. ഓപ്ഷൻ സി ജെറിക്കോ. ഇവിടെ വെച്ചാണ് യേശു ബർത്തിമേയൂസിനെ സൗഖ്യപ്പെടുത്തിയത്. അതിനാൽ തന്നെ ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഡെക്കാപോളിസ് ആണ്. ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ യേശു ഡെക്കാപോളിസ് സന്ദർശിച്ചിട്ടില്ല. എന്നാൽ അതിനു മുമ്പ് പലതവണ യേശു ഡെക്കാപോളിസിൽ പോയതായി സുവിശേഷകൻ നമ്മളോട് പറയുന്നുണ്ട്. ഡെക്കാപോളിസ് എന്നത് ജോർദാൻ നദിക്ക് കിഴക്ക് വിജാതിയർ അധിനിവേശം ചെയ്തിരുന്ന 10 പട്ടണങ്ങളാണ്. യേശു ബദറിനെ സുഖപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഡെക്കാപോളിസിലൂടെ കടന്നുപോയതായി മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗെരസേനരുടെ നാട്ടിൽ വെച്ച് യേശു ലഗ്യോൺ ബാധിതനെ സുഖപ്പെടുത്തിയതായി നമുക്കറിയാം. ഇതും ഡെക്കാപോളിസ് തന്നെയാണ്. യേശു ഗലീലയിലും യഹൂദരുടെ പ്രദേശങ്ങളിലും മാത്രമല്ല വിജാതീയരുടെ ഡെക്കാപോളിസിലും പ്രവർത്തിച്ചു എന്നതാണ്.
അവൻ യഹൂദരുടെ മാത്രമല്ല വിജാതിയരുടെയും സകല മനുഷ്യരുടെയും രക്ഷകനാണ് എന്നുകൂടെ നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിവിധ മാനങ്ങൾ സൂചിപ്പിക്കുന്നതിന് സുവിശേഷകന്മാർ യേശുവിന് വിവിധ പേരുകളും വിശേഷണങ്ങളും നൽകിയിട്ടുണ്ട്. ഓരോ സുവിശേഷകന്റെയും യേശുവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്ര ദർശനം എന്തെന്ന് വ്യക്തമാക്കുന്നവ കൂടിയാണ് ഈ പ്രയോഗങ്ങളും വിശേഷണങ്ങളും. ഇതിനെ ആസ്പദമാക്കിയായിരുന്നു അടുത്ത ചോദ്യം. യേശുവിനെ വിശേഷിപ്പിക്കാൻ മർക്കോസ് സുവിശേഷകൻ ഉപയോഗിച്ചിട്ടില്ലാത്ത വിശേഷണം നൽകിയിരിക്കുന്ന 3 ഓപ്ഷനുകളിൽ ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ സി ഇസ്രായേലിന്റെ രാജാവ് എന്നതാണ്. മർക്കോസ് സുവിശേഷത്തിൽ ഈ വിശേഷണം നമ്മൾ കാണുന്നു. പ്രധാന പുരോഹിതന്മാരും ദൈവജ്ഞരും യേശു കുരിശിൽ കിടക്കുമ്പോൾ ഇസ്രായേലിന്റെ രാജാവാണെങ്കിൽ അവൻ ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് സുവിശേഷത്തിലുണ്ട്. ഓപ്ഷൻ ബി നസ്രായൻ, നസ്രത്ത് നാട്ടിൽ ജീവിച്ചിരുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് യേശുവിനെ ഈ പേരിൽ വിശേഷിപ്പിക്കാറുണ്ട്. നസ്രാനായ യേശുവെ എന്ന് വിളിച്ച് യേശുവിന്റെ അടുത്തു വരുന്ന കഥാപാത്രങ്ങൾ മർക്കോസ് സുവിശേഷത്തിലുണ്ട്. ഓപ്ഷൻ എ രക്ഷകൻ. യേശു രക്ഷകനാണ്, എന്നാൽ ഈ വിശേഷണം മർക്കോസ് സുവിശേഷം ഉപയോഗിക്കുന്നില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടുന്ന ഈ വിശേഷണം മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷകന്മാരിൽ ലൂക്ക മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലൂക്കായുടെ ഈ വിശേഷണം നമുക്കൊക്കെ വളരെ പരിചിതമാണ്. ദൈവത്തിന്റെ ദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം മർക്കോസ് സുവിശേഷകൻ ഉപയോഗിച്ചിട്ടില്ലാത്ത യേശുവിന്റെ വിശേഷണം ഓപ്ഷൻ എ രക്ഷകൻ. മർക്കോസ് സുവിശേഷത്തിന്റെ ഒരു സവിശേഷതയാണ് താൻ ആരാണെന്ന് അറിയുന്നവരോട് അത് ആരോടും പറയരുത് എന്ന് യേശു നിർബന്ധിക്കുന്നത്. അശുദ്ധാത്മാക്കൾക്ക് യേശു ദൈവപുത്രനാണെന്ന്, ദൈവത്തിന് പരിശുദ്ധനാണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് യേശു അവരോട് നിശബ്ദരായിരിക്കാൻ ആവശ്യപ്പെടുന്നു. ആരെങ്കിലുമൊക്കെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ അവരോടും യേശു പറയുന്നു, നിങ്ങളിത് ആരോടും പറയരുത്. മെസ്സിയാനിക് സീക്രട്ട്, മെസ്സിയാനിക നിഗൂഢത എന്നാണ് ഈ പ്രത്യേകതയെ വിശേഷിപ്പിക്കാറ്. ഇതിനെ ആസ്പദമാക്കിയായിരുന്നു 11ാമത്തെ ചോദ്യം. ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. ഏത് സംഭവത്തെ തുടർന്നാണ് മർക്കോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 3 ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ എ യേശുവിന്റെ രൂപാന്തരീകരണം. രൂപാന്തരീകരണത്തെ തുടർന്ന് ശിഷ്യന്മാരോട് യേശു ഇത് ആരോടും പറയരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ തന്റെ ഉയർപ്പ് വരെ ആരോടും പറയരുത് എന്നാണ് യേശു പറഞ്ഞത്. ഓപ്ഷൻ ബി കുഷ്ഠരോഗിയുടെ സുഖപ്പെടുത്തൽ. ഇവിടെയും ആരോടും പറയരുത് എന്ന് യേശു പറയുന്നു. എന്നാൽ നീ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക എന്ന നിർദ്ദേശം കൂടെ യേശു നൽകുന്നുണ്ട്. ഓപ്ഷൻ സി ജായറോസിന്റെ മകളുടെ ഉയർപ്പ്. ജായറോസിന്റെ മകളെ ഉയർപ്പിച്ചതിന് ശേഷമാണ് അവിടെ ഉണ്ടായിരുന്നതോട് യേശു പറയുന്നത്, ആരും ഈ വിവരം അറിയരുത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജായറോസിന്റെ മകളുടെ ഉയർപ്പ്. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ഒരു നിഗൂഢത, രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചത്? പല കാരണങ്ങളുണ്ട്. ഒരു കാരണം യേശു വെറും ഒരു അത്ഭുത പ്രവർത്തകനായി അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതുകൊണ്ടാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങൾ അവിടുത്തെ പ്രബോധനങ്ങളുടെ ഭാഗമായിരുന്നു. മറ്റൊരു കാരണം, ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ ഒരു സൈനിക രാജകീയ വ്യക്തിത്വമായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു സങ്കല്പമല്ല യേശുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട്
താൻ ഉദ്ദേശിക്കുന്ന മിശിഹാ സങ്കല്പത്തിലേക്ക് ഈ ജനങ്ങളെ കൊണ്ടുവരുവാൻ യേശുവിന് സമയം ആവശ്യമായിരുന്നു. മൂന്നാമത്തെ ഒരു കാരണം, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിന് മുമ്പ് തന്റെ ശത്രുക്കൾ തനിക്കെതിരെ തിരിയരുത് എന്ന് ജനങ്ങൾ ഇതെല്ലാവരോടും പറഞ്ഞ് പ്രശസ്തി വർദ്ധിച്ചാൽ അത് തന്റെ സമയത്തിനു മുമ്പേ താൻ അവരുടെ എതിർപ്പിന് പാത്രമാകുമെന്ന് യേശു ഭയപ്പെട്ടു. ഇക്കാരണത്താലാണ് യേശു രഹസ്യാത്മകത സൂക്ഷിക്കാനായിട്ട് ശ്രമിച്ചത്. നാം മെസ്സിയാനിക് സീക്രട്ടിനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ, ഇതിന് വിരുദ്ധമായ ഒരു സംഭവം കൂടെ മർക്കോസ് സുവിശേഷത്തിലുണ്ട്. എല്ലാവരോടും അത്ഭുതങ്ങൾക്ക് ശേഷം നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെടുന്ന അതേ യേശു ഒരാളോട് പറയുന്നു, സ്വന്തക്കാരുടെ അടുത്തു പോയി കർത്താവ് എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് അവരെ അറിയിക്കുക. ഇതിനെക്കുറിച്ചായിരുന്നു 12ാമത്തെ ചോദ്യം. ആർക്കാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചത്? 3 ഓപ്ഷനുകളാണ് ഇതിനും ഉണ്ടായത്. ഓപ്ഷൻ എ, ബർത്തിമേയുസ്. നമുക്കറിയാം, യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് ബർത്തിമേയുസിനെ കാണുന്നത്. ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ച് അവൻ കരയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായിരിക്കാൻ പറയുന്നു. എന്നാൽ യേശു അവനെ അടുത്ത് വിളിച്ച് സൗഖ്യപ്പെടുത്തുന്നു. അവൻ യേശുവിനെ അനുഗമിക്കുന്നു. അതുകൊണ്ട് തന്നെ നിശബ്ദത പാലിക്കാനുള്ള ഒരു നിർദ്ദേശം അവന് ലഭിക്കുന്നില്ല. ഓപ്ഷൻ സി, ബെത്സയിദയിലെ അന്ധൻ. ഇയാളെ സൗഖ്യപ്പെടുത്തിയതിനു ശേഷം യേശു പറയുന്നു, ഗ്രാമത്തിലേക്ക് പോവുക പോലും, പ്രവേശിക്കുക പോലും ചെയ്യാതെ വീട്ടിലേക്ക് പോകണമെന്ന്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലെഗിയോൺ ബാധിതനാണ്. ഇയാളെ സൗഖ്യപ്പെടുത്തിയതിനു ശേഷം അയാൾ യേശുവിന് പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ യേശു പറയുന്നു, നീ സ്വന്തക്കാരുടെ അടുത്ത് പോയി കർത്താവ് എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് അവരെ അറിയിക്കുക. എന്തുകൊണ്ടാണ് യേശു ഇവിടെ മാത്രം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? ഇതിന് കാരണം, യേശു ഇയാളെ സൗഖ്യപ്പെടുത്തുന്നത് ഡെക്കാപോളിസിൽ വെച്ചാണ്. ജനസേനയുടെ നാട്, വിജാതീയനാണ് അയാൾ എന്ന് സ്വാഭാവികമായും നമുക്ക് അനുമാനിക്കാം. യേശു സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഒരിടമല്ല അത്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ ഗലീലയിൽ നിന്ന് അകലെയുള്ള ഈ സ്ഥലത്ത് നടക്കുന്ന സംഭവം തന്റെ എതിരാളികൾ അറിയുമെന്ന് യേശു പേടിക്കേണ്ട കാര്യമില്ല. യേശു സ്ഥിരമായി പ്രവർത്തിക്കാത്ത അവിടെ യേശുവിനെ പ്രഘോഷിക്കാൻ ഒരാളുണ്ടാകേണ്ടത് ദൈവരാജ്യം എല്ലാവർക്കുമായി എത്തിയിരിക്കുന്നു എന്നതിന്റെ പ്രഘോഷണത്തിന് ആവശ്യമാണ്. മാത്രമല്ല, യഹൂദർക്കുണ്ടായിരുന്നതുപോലെ ഒരു മിശിഹാ സങ്കല്പമോ പ്രതീക്ഷയോ വിജാതീയർക്കുണ്ടായിരുന്നില്ല. ഇക്കാരണത്താലായിരിക്കണം യേശു പതിവിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ പ്രഘോഷിക്കുവാൻ ഈ വിജാതീയന ദൗത്യം ഏൽപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി, ലെഗിയോൺ ബാധിത. ഫാദർ സ്റ്റാൻ സാമിയുടെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു 13ാമത്തെ ചോദ്യം. അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. നന്മ ചെയ്തതിന്റെ പേരിൽ, അധികാരികൾക്ക് അപ്രിയകരമായ കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ നിരവധി ദുരാരോപണങ്ങൾ യേശുവും സഹിക്കേണ്ടി വന്നു. ഇതിനെ ആസ്പദമാക്കിയായിരുന്നു നമ്മുടെ ചോദ്യം. അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന പേരിൽ യേശുവിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ തീരുമാനിച്ചത് ആര് എന്നായിരുന്നു ചോദ്യം. നൽകിയിരുന്ന 3 ഓപ്ഷനുകളിൽ ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ, ജനക്കൂട്ടം, അവന്റെ സ്വന്തക്കാർ. ഇതിൽ ഓപ്ഷൻ സി, അവന്റെ സ്വന്തക്കാർ എന്നതാണ് ശരിയായ ഉത്തരം. 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവർ യേശുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെടുന്നതും 3-ാം അധ്യായം 31-ാം വാക്യത്തിൽ അവർ യേശുവിന്റെ അടുത്തെത്തുന്നതും നമ്മൾ കാണും. ഇതിനിടയിലാണ് ജെറുസലേമിൽ നിന്നുള്ള നിയമജ്ഞർ വരുന്നത്. അവർ കൂടുതൽ രൂക്ഷമായ ഒരു ആരോപണം യേശുവിനെതിരെ ഉന്നയിക്കുകയാണ്. ബേൽസെബൂലിനെ കൊണ്ട്, പിശാചുക്കളുടെ തലവനെ കൊണ്ട് ആണ് യേശു പിശാചുക്കളെ പുറത്താക്കുന്നത്. എന്നാൽ യേശുവിനെ പിശാചുക്കളുടെ തലവൻ ബാധിച്ചിരിക്കുന്നു എന്ന ആരോപണം. യേശുവിന് സുബോധം നഷ്ടപ്പെട്ടതുകൊണ്ട് അവന്റെ വീട്ടുകാർ, അവന്റെ സ്വന്തക്കാർ അവനെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നു എന്ന ഈ ഭാഗം മറ്റു സുവിശേഷങ്ങളിലില്ല. യേശുവിന്റെ വീട്ടുകാർ അവനെ കാണാൻ വരുന്നതുകൊണ്ട്, എന്നാൽ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണവും അതനുസരിച്ച് യേശുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ വന്ന
വീട്ടുകാരും മറ്റു സുവിശേഷങ്ങളില്ല. യേശുവിനും അവന്റെ വീട്ടുകാർക്കും മോശമെന്ന് തോന്നാവുന്ന ഈ ഒരു കാര്യം പിന്നീടുള്ള സുവിശേഷകന്മാർ ഒഴിവാക്കിയതാകാം എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി, അവന്റെ സ്വന്തക്കാർ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞു തുടങ്ങുന്ന മാർക്കോസ് സുവിശേഷത്തിൽ യേശു ദൈവപുത്രനാണ് എന്ന ഏറ്റവും അവസാനത്തെ പ്രസ്താവന ആരുടേതായിരുന്നു എന്നതാണ് 14ാമത്തെ ചോദ്യം. സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞത് ആര്? നൽകിയിരുന്ന 3 ഓപ്ഷനുകളിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശതാധിപൻ എന്നതാണ്. ഓപ്ഷൻ സി, ശതാധിപൻ. ശതാധിപന്റെ ഈ പ്രസ്താവന മാർക്കോസ് സുവിശേഷത്തിലെ യേശു ദൈവപുത്രനാണ് എന്ന പഠനത്തിന്റെ ക്ലൈമാക്സ് ആണ്. പക്ഷെ അതിനൊരു സവിശേഷതയുണ്ട്. നമുക്ക് ആ ഭാഗം നോക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ 2 കീറി. അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് ശതാധിപൻ പറയുന്നു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. യേശുവിന്റെ വലിയ അത്ഭുതങ്ങളുടെ സമയത്ത് അവൻ ദൈവപുത്രനാണെന്ന്, മിശിഹായാണെന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന മാർക്കോസ് സുവിശേഷം യേശു ഏറ്റവും നിസ്സഹായനായി കുരിശിൽ പെടഞ്ഞ് മരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തുന്നു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അത്ഭുത പ്രവർത്തകനല്ല, മനുഷ്യരോടൊപ്പം സഹിക്കുന്ന ദൈവമാണ് സുവിശേഷത്തിലെ പുതിയ നിയമത്തിലെ ദൈവം. റോമിലെ പീഡ അനുഭവിക്കുന്ന വിജാതീയ ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്താണ് മാർക്കോസ് തന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അവരുടെ സഹനങ്ങൾ യേശുവിനോടൊപ്പമുള്ള സഹനമാണ് എന്ന് സുവിശേഷകൻ ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. ഈ കൊറോണ കാലത്ത് നമുക്കും വലിയ ആശ്വാസവും സന്തോഷവുമാണ് ഇത്. ഈ വേദനയുടെ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മോടൊപ്പം സഹിച്ച് മരിച്ച് രക്ഷ സാധ്യമാക്കുന്ന ദൈവവും കൂടെയുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം ഒരിക്കൽ കൂടെ ഓപ്ഷൻ സി, ശതാധിപൻ. യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ഒക്കെ ജീവിതങ്ങളെ തേച്ചു മിനുക്കലും കൂടാതെ അവതരിപ്പിക്കുകയാണ് മാർക്കോസ് സുവിശേഷൻ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതുകൊണ്ട് തന്നെ യേശുവിന്റെ മാനസിക വികാരങ്ങളെ അതേപോലെ തന്നെ അവതരിപ്പിക്കാൻ സുവിശേഷൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ ആസ്പദമാക്കിയായിരുന്നു 15ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ ചേരുംപടി ചേരാത്തത് ഏത് എന്നാണ് കണ്ടെത്തേണ്ടിയിരുന്നത്. 3 ഓപ്ഷനുകൾ. എ, സ്നേഹം, ധനികൻ. ധനികനോട് യേശുവിന് സ്നേഹം തോന്നുമോ? തോന്നും എന്നാണ് മാർക്കോസ് സുവിശേഷം പറയുന്നത്. അവൻ ധനികനായതുകൊണ്ടല്ല, പ്രമാണങ്ങളൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് യേശു സ്നേഹം തോന്നി അവനെ കടാക്ഷിച്ചത് എന്നാണ് സുവിശേഷം പറയുന്നത്. ഓപ്ഷൻ സി, കോപം, ശിഷ്യൻ. ശിശുക്കളെ അനുഗ്രഹിക്കുവാനായി കൊണ്ടുവന്നപ്പോൾ അവരെ ശിഷ്യന്മാർ ശകാരിച്ചു എന്നാണ് പറയുക. ഇത് കണ്ടപ്പോൾ യേശുവിന് കോപം വന്നു എന്ന് 10ാം അധ്യായത്തിൽ മാർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നു. അതിനാൽ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, കരുണ, തളർവാദ രോഗി എന്നതാണ്. കുഷ്ഠരോഗിയോട് യേശുവിന് കരുണ തോന്നിയതായി മാർക്കോസ് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. തളർവാദ രോഗിയുടെ കാര്യം വരുമ്പോൾ അവിടെ കരുണയേക്കാൾ വിശ്വാസത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കിടക്കയോടെ അവനെ താഴേക്ക് ഇറക്കിയവരുടെ വിശ്വാസം കണ്ട് യേശു അവനെ അനുഗ്രഹിക്കുകയാണ്. മാത്രമല്ല, തന്നെ സംശയിക്കുന്ന, ചോദ്യം ചെയ്യുന്ന നിയമജ്ഞരുടെ മുമ്പിൽ തനിക്ക് പാപങ്ങൾ ക്ഷമിക്കാനുള്ള
അധികാരമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കൂടെയാണ് യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് എന്നാണ് സുവിശേഷം പറയുക. അതുകൊണ്ട് ഈ തന്നിരിക്കുന്നവയിൽ ചേരുംപടി ചേരാത്തത് ഓപ്ഷൻ ബി, കരുണ തളർവാദ രോഗി. വലിയൊരു ചോദ്യവും ചെറിയൊരു ഉത്തരവും. അതാണ് 16ാമത്തെ ചോദ്യം. പ്രധാന പുരോഹിതർ, നിയമജ്ഞർ, രക്തസ്രാവക്കാരി, ഗരസേനർ, ശിഷ്യന്മാർ എന്നിവരുടെ പൊതുവായ ഭാവം സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതാണത് എന്നായിരുന്നു ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ഭയം എന്നതാണ്. സുവിശേഷത്തിൽ നാം ഇവരെല്ലാവരും ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഭയപ്പെട്ടതായി കാണുന്നുണ്ട്. പ്രധാന പുരോഹിതരും നിയമജ്ഞരും യേശുവിനെ വധിക്കാനായി ആഗ്രഹിച്ചു. കാരണം അവർ അവനെ ഭയപ്പെട്ടു. രക്തസ്രാവക്കാരി സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് സംഭവിച്ചറിഞ്ഞ് ഭയന്ന് അവന്റെ കാൽക്കൽ വീണു എന്ന് സുവിശേഷം പറയും. ഗരസേന ലഗ്യോൺ ബാധിതൻ സൗഖ്യം പ്രാപിച്ച് ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. പിന്നീട് യേശുവിനോട് തങ്ങളുടെ പ്രദേശം വിട്ടുപോകാൻ അവർ ആവശ്യപ്പെട്ടു. ശിഷ്യന്മാർ ഭയപ്പെട്ടത് ആദ്യം കാറ്റും കോളും കണ്ടാണ്. പിന്നീട് യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു എന്നാണ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുടെയും ഭാവം ഭയമാണ്. രണ്ടു തരം ദൈവഭയമുണ്ട് എന്ന് വേണേൽ പറയാം. ഒന്ന്, ദൈവത്തിന്റെ മഹത്വത്തിന് മുമ്പിൽ അവിടത്തോട് തോന്നുന്ന ആദരവ് കലർന്ന ഭയം. അത് രക്ഷാകരമാണ്. എന്നാൽ ദൈവത്തിന്റെ ശിക്ഷയെ പ്രതിയൊക്കെ തോന്നുന്ന, അകാരണമായി ദൈവത്തോട് തോന്നുന്ന ഭയങ്ങളുണ്ട്. അത് പലപ്പോഴും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമായിട്ട് മാറാം. നമ്മുടെ ദൈവം നാം അവിടുത്തെ ഭയപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. 17ാമത്തെ ചോദ്യം ഒരു ഓഡിയോ ക്ലിപ്പിനെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. മർക്കോസ് സുവിശേഷത്തിലെ ഒരു ഭാഗത്തിന് പകരമായി ചില പ്രാചീന കൈയെഴുത്തു പ്രതികളിലുള്ള 2 വാക്യങ്ങളാണ് നമ്മൾ ഓഡിയോ ക്ലിപ്പിൽ കേട്ടത്. ഏത് ഭാഗത്തിന് പകരമായാണ് ഈ വാക്യങ്ങൾ? ഉത്തരം ഓപ്ഷൻ എ, 16ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നാം ഇന്ന് ഉപയോഗിക്കുന്ന മർക്കോസ് സുവിശേഷത്തിലെ 16ാം അധ്യായം അവസാനിക്കുന്നത് 20ാം വാക്യത്തിലാണ്. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള മർക്കോസ് സുവിശേഷത്തിന്റെ ഏറ്റവും പ്രാചീനമായ കൈയെഴുത്ത് പ്രതികളിൽ 16ാം അധ്യായം 8ാം വാക്യം വരെ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ മർക്കോസ് സുവിശേഷം ഈ 8ാം വാക്യത്തിൽ അവസാനിച്ചു, അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥമായ കൈയെഴുത്ത് പ്രതി നമുക്ക് കൈമോശം വന്നു എന്നാണ് ഇതിനർത്ഥം. 7ാം നൂറ്റാണ്ടിനും 9ാം നൂറ്റാണ്ടിനും മധ്യയുള്ള ചില കൈയെഴുത്ത് പ്രതികളിൽ 8ാം വാക്യത്തിന് ശേഷം 2 വാക്യങ്ങളാണ് കാണുക. ആ വാക്യങ്ങളാണ് ഓഡിയോ ക്ലിപ്പിൽ നാം കേട്ടത്. പിൽക്കാല കൈയെഴുത്ത് പ്രതികളിൽ 8ാം വാക്യത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ മർക്കോസ് സുവിശേഷത്തിലുള്ള 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഉണ്ട്. 8ാം വാക്യത്തിൽ സുവിശേഷം അവസാനിക്കുന്നത് അപൂർണമായി തോന്നിയതുകൊണ്ട് മറ്റ് സുവിശേഷങ്ങളിലെ ഉത്ഥാന വിവരണങ്ങളും പാരമ്പര്യങ്ങളും ഉൾപ്പെടുത്തി ആദിമ സഭ തയ്യാറാക്കിയ ഉപസംഹാരമായിരിക്കാം 16ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഇന്ന് നമ്മുടെ കയ്യിലുള്ള മർക്കോസ് സുവിശേഷം അതിന്റെ പൂർണ്ണതയും ദൈവനിവേശിതമാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? ഇപ്രകാരം ചോദിച്ചത് ആര് എന്നായിരുന്നു 18ാമത്തെ ചോദ്യം. ഇതിന്റെ ശരിയുത്തരം ഓപ്ഷൻ സി, പ്രധാന പുരോഹിതൻ എന്നതാണ്. ദൈവത്തോടുള്ള ബഹുമാനം മൂലം അവിടുത്തെ നാമം ഉച്ചരിക്കാതിരിക്കാൻ യഹൂദർ വിശേഷണ പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാഴ്ത്തപ്പെട്ടവൻ,
ശക്തനായവൻ എന്നൊക്കെ ഉള്ള പദങ്ങൾ, വിശേഷണങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇക്കാരണത്താലാണ് നമ്മൾ ഇപ്രകാരമുള്ള ഒരു ചോദ്യം ഉൾപ്പെടുത്തിയത്. പ്രധാന പുരോഹിതൻ യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുകയും അതിന് യേശു ഉത്തരം നൽകുകയും ചെയ്യുമ്പോൾ അത് മർക്കോസ് സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ചോദ്യം: നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അഥവാ മിശിഹ ആണോ എന്നായിരുന്നു. നമുക്കറിയാം, സുവിശേഷത്തിലുടനീളം യേശു ദൈവപുത്രനാണെന്നും മിശിഹായാണെന്നും വെളിപ്പെടുത്തിയവരോടൊക്കെ ഇത് പരസ്യമാക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 14-ാം അധ്യായത്തിൽ യേശു നിൽക്കുന്നത് യഹൂദരുടെ നീതിന്യായ സംഘത്തിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന കുറ്റവാളിയായിട്ടാണ്. യേശുവിന് മേലുള്ള വലിയ ആരോപണമായിട്ടാണ് പ്രധാന പുരോഹിതൻ ചോദിക്കുക: നീയാണോ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു? ഇതുവരെ പരസ്യമായി ഒരിക്കൽ പോലും താൻ ദൈവപുത്രനാണെന്നോ മിശിഹ ആണെന്നോ പറയാത്ത ക്രിസ്തു അപ്പോൾ പറയുന്നു: എഗോ എമി, ഞാൻ ആകുന്നു. ഏറ്റവും ബലഹീനമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിശക്തമായും വ്യക്തമായും താൻ ദൈവത്തിന്റെ പുത്രനാണെന്നും മിശിഹ ആണെന്നും പ്രഖ്യാപിക്കുകയാണ് യേശു ചെയ്യുക. മർക്കോസ് സുവിശേഷത്തിൽ മഹത്വത്തിന്റെ ദൈവമല്ല, സഹിക്കുന്ന ദൈവമാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. 19-ാമത്തെ ചോദ്യം ഒരു വീഡിയോയെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. യേശു തന്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിക്കുന്നതിന്റെ ചിത്രീകരണമായിരുന്നു അത്. 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണിത്. മർക്കോസ് സുവിശേഷം അനുസരിച്ച് ഈ സംഭവം നടന്നത് എന്നായിരുന്നു എന്നാണ് ചോദ്യം. നൽകിയിരുന്ന ഓപ്ഷനുകൾ ഏകദേശം ഒരുപോലെ ഉള്ളവയാണ്. ഓപ്ഷൻ എ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം. ഇപ്രകാരം ഈ ദിവസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മത്തായി സുവിശേഷമാണ്. ഓപ്ഷൻ സി, പെസഹ തിരുനാൾ ദിവസം. യോഹന്നാൻ സുവിശേഷത്തിൽ ഇത് പെസഹ തിരുനാളിന്റെ സമയമാണ് എന്ന് പൊതുവായാണ് രേഖപ്പെടുത്തിയിരിക്കുക. അതിനാൽ ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പെസഹ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം എന്നാണ്. സമാനമാണ് ലൂക്കാസ് സുവിശേഷത്തിലെ വിശേഷണവും. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനം. ഒരേ സംഭവം, പക്ഷെ 4 സുവിശേഷന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നത് ചില വ്യത്യാസങ്ങളോടെയാണ്. ആര് അഭിസംബോധന ചെയ്ത് സുവിശേഷം എഴുതപ്പെട്ടു എന്നതിനെ ആശ്രയിച്ചാണ് ഈ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. മത്തായിയും യോഹന്നാനും യഹൂദ ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്യുന്നു. അതുകൊണ്ട് പെസഹയെ കുറിച്ച് വലിയ വിശദീകരണങ്ങളൊന്നും നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ മർക്കോസ് സുവിശേഷനും ലൂക്കായും വിജാതീയ ക്രിസ്ത്യാനികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായി പരിചയമില്ലാത്ത പെസഹയുടെ സാഹചര്യത്തെ കുറെ കൂടെ വിശദീകരണങ്ങളോടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു. സുവിശേഷങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ അവയുടെ പശ്ചാത്തലം നമ്മെ ഏറെ സഹായിക്കും. വീട് എന്നർത്ഥം വരുന്ന ഒയ്ക്കിയ എന്ന ഗ്രീക്ക് പദത്തെ പരിചയപ്പെട്ടുകൊണ്ടായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം. ഗ്രീക്ക് ഭാഷയിലാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടുള്ളത് എന്ന് നമുക്കറിയാം. മത്തായി സുവിശേഷം ആദ്യം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ നമുക്ക് ലഭ്യമായിരിക്കുന്ന മത്തായിയുടെ സുവിശേഷവും ഗ്രീക്ക് ഭാഷയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങളെ പരിചയപ്പെടാൻ ഗ്രീക്ക് ഭാഷയെ കുറിച്ചുള്ള അറിവ് സഹായിക്കും. ഈ ക്വിസ് മത്സരത്തിൽ നമ്മൾ 2 ഗ്രീക്ക് പദങ്ങളാണ് പരിചയപ്പെട്ടത്. ഒന്ന് എവാങ്കേലിയോ, സുവിശേഷം. 2 ഒയ്ക്കിയ, വീട്. ഇതിനെ ആസ്പദമാക്കി നമ്മുടെ ചോദ്യം ഇതായിരുന്നു: വീട് എന്ന പദം ഉപയോഗിച്ച് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു സന്ദർശിച്ച അവസാനത്തെ ഭവനം ആരുടേത്? യേശു പലരുടെയും വീടുകൾ സന്ദർശിച്ചതായും
കഫർനാമിലെ തന്റെ ഭവനത്തിൽ പലരെയും സ്വീകരിച്ചതായ സുവിശേഷത്തിലുണ്ട്. ചോദ്യം: വീട് എന്ന പദം ഉപയോഗിച്ച് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു സന്ദർശിച്ച അവസാനത്തെ ഭവനം ആരുടേത്? ഓപ്ഷൻസ്: എ, മഗ്ദലന മറിയത്തിന്റെ. മഗ്ദലന മറിയത്തിന്റെ വീട്ടിൽ യേശു പോയതായി മർക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഓപ്ഷൻ സി, പ്രധാന പുരോഹിതന്റെ അടുക്കൽ വിചാരണയ്ക്കായി യേശുവിനെ കൊണ്ടുപോകുന്നതായി സുവിശേഷത്തിലുണ്ട്. പക്ഷെ വീട് എന്ന പദം അവിടെ ഉപയോഗിച്ചിട്ടില്ല. അതിനാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കുഷ്ഠരോഗിയായ ശിമ്യോന്റെ. ബെഥാനിയായിൽ വെച്ച് കുഷ്ഠരോഗിയായ ശിമ്യോന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിനിരിക്കുകയും അവിടെ വെച്ച് അവന് തൈലാഭിഷേകം നടക്കുകയും ചെയ്തതായി സുവിശേഷം രേഖപ്പെടുത്തുന്നു. ആലോചിച്ച് നോക്കൂ, യേശു വീട്ടിലേക്ക് വരിക എന്നത് എത്ര സുന്ദരമായ കാര്യമാണ്. യേശു നമ്മുടെ വീട്ടിൽ വരികയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യുക, അവൻ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുക. ഇന്ന് യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഒക്കെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് നാം വിശ്വസിക്കുക. യേശു പ്രത്യേകമായി നമ്മുടെ ഇടയിൽ സന്നിഹിതനാകുന്ന, നമ്മളോട് സംസാരിക്കുന്ന അവസരമാണ് തിരുവചന വായനയുടെ സമയം. ഈ ക്വിസ് മത്സരം വചനം വായിക്കാൻ, യേശുവിനെ കേൾക്കാൻ നമുക്ക് അവസരം ഒരുക്കി തരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇതോടെ മർക്കോസ് സുവിശേഷത്തെ അധികരിച്ചുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ്. മർക്കോസ് സുവിശേഷത്തെ കുറെ കൂടെ പരിചയപ്പെടാൻ ഈ ക്വിസ് മത്സരം എല്ലാവരെയും സഹായിച്ചു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മത്സരം അവസാനിക്കുന്നില്ല. അടുത്ത റൗണ്ട് മത്തായി സുവിശേഷത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളോടെ ആയിരിക്കും. അറിവ് അളക്കുക എന്നതല്ല, അറിവ് നേടുക, അറിവ് പകരുക എന്നതാണ് ഈ മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മത്തായി സുവിശേഷം നമുക്ക് വായിച്ചൊരുങ്ങാം. ഇനി നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന മർക്കോസ് സുവിശേഷത്തെ അധികരിച്ചുള്ള ഈ റൗണ്ടിന്റെ ഫലപ്രഖ്യാപനമാണ്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, വിജയികളാകാൻ പോകുന്നവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി, അഭിനന്ദനങ്ങൾ. മത്തായി സുവിശേഷത്തെ അടുത്ത് പരിചയപ്പെടാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, സമാഗതമാകുന്ന ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്ര ഓഫീസിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവൻഗേലിയോൻ മെഗാ ഗോസ്പൽ ക്വിസ് 4 സുവിശേഷങ്ങളെയും ആഴത്തിൽ അറിയുവാനും പഠിക്കുവാനും വേണ്ടി കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ മെഗാ ഗോസ്പൽ ക്വിസ് അതിൻ്റെ 1ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ ശനിയാഴ്ച ഡിസംബർ 5-ാം തീയതി രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുകയുണ്ടായി. നിങ്ങളിൽ പലരും അതിൽ പങ്കെടുക്കുകയും അത് വീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 സുവിശേഷങ്ങളിലും ഏറ്റവും ആദ്യം രചിക്കപ്പെട്ട വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയാണ് 1ാമത്തെ എപ്പിസോഡ് സംഘടിപ്പിച്ചത്. ക്വിസ് മാസ്റ്റർ സ്നേഹബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ജോഷി പുതുശ്ശേരി അച്ഛനാണ്. 20 ചോദ്യങ്ങളാണ് 1ാമത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. 3000-ലധികം പേരാണ് ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത്. 1ാമത്തെ എപ്പിസോഡിന്റെ ഫലപ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തുക. 1, 2, 3 സമ്മാനങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. 53 പേരാണ് 20 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 53 പേർക്കും സമ്മാനങ്ങൾ നൽകുവാൻ സാധിക്കില്ലാത്തതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഈ 53 പേരിൽ നിന്നുമാണ് 1, 2, 3 സമ്മാനത്തിന് അർഹരായിട്ടുള്ളവരെ ഇപ്പോൾ തിരഞ്ഞെടുക്കുക. മറ്റുള്ളവർ സദയം ക്ഷമിക്കുക. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പങ്കെടുത്തതിന് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നൽകുന്നതാണ്. ഈ 3 പേരുടെയും പേരുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. 53 പേരുടെ പേരുകളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുക. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമ്മാനാർഹരായിട്ടുള്ളവരെ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നു.
മൂന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള വ്യക്തിയാണ്, വിജയിയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ഏഞ്ചൽ മരിയ ഷാജി, മാവുങ്കൽ ഹൗസ്, സൗത്ത് പറവൂർ, സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച്, സൗത്ത് പറവൂർ. അപ്പോൾ മൂന്നാം സമ്മാനത്തിന് അർഹയായിരിക്കുന്നത് ഏഞ്ചൽ മരിയ ഷാജിയാണ്. ഏഞ്ചൽ മരിയ ഷാജിയെ ഇത്തരണത്തിൽ അനുമോദിക്കുന്നു. മംഗളങ്ങൾ. ഇനി നമുക്ക് രണ്ടാമത്തെ സമ്മാനത്തിലേക്ക് കടക്കാം. ക്രിസ്ത്യൻ വിൻസെന്റ്, എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്നുമാണ്. പാഴുക്കുന്നേൽ വീട്ടംഗമാണ്. ക്രിസ്ത്യൻ വിൻസെന്റിനെ ഇത്തരണത്തിൽ ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ സമ്മാനത്തിന് അർഹയായ ക്രിസ്ത്യൻ വിൻസെന്റിനെ ഇത്തരണത്തിൽ അനുമോദിക്കുന്നു. ഒന്നാമത്തെ സമ്മാനം ആകാംക്ഷയോടെയാണ് നിങ്ങൾ കാത്തിരിക്കുക. മൂന്നാം സമ്മാനം നേടുന്ന വ്യക്തിക്ക് നൽകുന്ന തുക 501 രൂപയാണ്. രണ്ടാം സമ്മാനം നേടുന്ന വ്യക്തിക്ക് നൽകുന്ന തുക 701 രൂപയാണ്. ഒന്നാം സമ്മാനം നേടുന്ന വ്യക്തിക്ക് നൽകുന്ന തുക 1001 രൂപയാണ്. സമ്മാനങ്ങൾ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കിഴക്കമ്പലം സെൻറ് ആന്റണീസ് പബ്ലിക് സ്കൂളാണ്. അവിടുത്തെ മാനേജർച്ചനായ ഫ്രാൻസിസ് അലീക്ലച്ചനോടും അവിടുത്തെ പ്രിൻസിപ്പളായ മിസിസ് ലിജു പി അലക്സിനോടുമുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് ഒന്നാം സമ്മാനത്തിന് അർഹമായ വ്യക്തിയുടെ ഫലപ്രഖ്യാപനം ആൻഡ് മെറിൻ ഡേവിസ്, കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറൈൻ ചർച്ച് എടവാംഗം, പുത്തൻപുരയ്ക്കൽ ഹൗസ്. പുത്തൻപുരയ്ക്കൽ ആൻഡ് മെറിൻ ഡേവിസിന് എല്ലാവിധത്തിലുമുള്ള അനുമോദനം അറിയിക്കുന്നു. മത്സരത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ വിജയാശംസകളും നേരുന്നു. ഇനി നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഏവൻഗേലിയോൻ രണ്ടാമത്തെ എപ്പിസോഡ് 2021 ജനുവരി മാസം 9 ശനിയാഴ്ച രാത്രി 8 മണിക്ക് കാറ്റഗിസം എറണാകുളം യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. ഈശോ അറിയിച്ച ഏക സുവിശേഷത്തെക്കുറിച്ച് 4 സുവിശേഷങ്ങളിലൂടെ പഠിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ പേർ ഈ മെഗാ ഗോസ്പൽ ക്വിസിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്നും പീറ്റർ കണ്ണമ്പഴ അച്ഛൻ, ഡയറക്ടർ.